ആ സുൽഫി ഇപ്പൊ കേൾക്കാം. എവിടെയായിരുന്നു? ആക്ച്വലി ഞാൻ ലാപ്പിന്ന് കണക്ട് ചെയ്തു. എക്കോ അടിക്കുന്നുണ്ട് തോന്നല്ലേ? ലാപ്പിന്ന് കണക്ട് ചെയ്തിട്ട് ഓഡിയോ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ സാറിന് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഫോണിൽ നിന്ന് നിങ്ങൾ കയറി. ക്യാമ്പയിൻ ഒക്കെ ചെയ്താ? ചെയ്തു. ഐഡിയ ആയോ? ഐഡിയ ആയി. ഓക്കെ, ശ്രുതി ജോയിൻ ചെയ്തു. ഒരു സെക്കൻഡ്. സാർ ഞാൻ ഫോണിൽ നിന്നും ലാപ്പിൽ നിന്നും ലോഗിൻ ചെയ്തിട്ടുണ്ട്. എക്കോ അടിക്കുന്നുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല, ഡോണ്ട് വറി. ഓക്കെ, ശ്രുതി പേജ് ഒക്കെ ഉണ്ടാക്കിയാ? ഇല്ല സർ, അത് ഇന്നും ആവണില്ല. ഞാൻ ഇന്ന് മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ആഡ് ചെയ്തു, പക്ഷെ എന്നിട്ടും ആവണില്ല. വേറെ അക്കൗണ്ട് ഉണ്ടാക്ക. ഞാൻ വേറെ ട്രൈ ചെയ്യണ്ട്, വേറെ ഉണ്ടാക്കിയിട്ട് ഒന്നുകൂടെ നോക്കാം. ശരി, ഡോണ്ട് വറി. നിങ്ങൾക്ക് ഇതിന് ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത് ഓൾറെഡി റെക്കോർഡഡ് ആണ്. ഷഹ്മ സ്ക്രീൻ ഷെയർ. ഓക്കെ സർ. നമ്മൾ ഇപ്പൊ ചെയ്തതാണ്. ഷഹ്മ ഒരുപാട് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്തു. നിങ്ങൾ അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര ക്യാമ്പയിൻ ചെയ്യുന്നു അതിൽ കിടന്ന് നിങ്ങൾ അങ്ങോട്ട് എന്നിട്ടാ പറയാ അർമ്മതിക്കുക. നിങ്ങൾക്ക് ടൂള് കിട്ടിക്കാണും. കിട്ടിയിരിക്കുന്ന അവിടെ ഇവിടെയൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ എക്സ്പെർട്ട് ആവും. ഞാൻ ജെനുവിൻലി പറയണേ. ഞാൻ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും ജെനുവിനായിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു ഫേക്ക് പ്രോമിസും അല്ല. നിങ്ങൾ പ്രാക്ടീസ്, നമ്മുടെ ക്ലാസ് അങ്ങനത്തെയാണ്. തിയറി അല്ല, പ്രാക്ടിക്കലാണ്. നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് നിങ്ങളെ ഇന്ന് ഞാൻ കുറെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ ഇന്ന് ചെയ്തിട്ടൊന്നും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വേറെ ആയിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ അറിയാണ്ട് ഇതാണ് പരിപാടി. നിങ്ങൾക്ക് ടെക്നിക്ക് കിട്ടും. ഒരു ടോപ്പിക് കഴിയുമ്പോൾ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ഒരു ക്ലയന്റിനോട് ചെയ്യാൻ പറ്റും. ഇത് പഠിച്ചോ, സോഷ്യൽ മീഡിയ പഠിച്ചോ, നിങ്ങൾക്ക് ക്ലയന്റിന് വേണ്ടി സോഷ്യൽ മീഡിയ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഗുഡ്. ഇന്ന് നമ്മൾ പഠിക്കുന്നതാണ് ക്രിയേറ്റ്. ക്ലിക്ക് ചെയ്തേ. നമ്മൾ അവയർനെസ് ആണ് പഠിച്ചത്. അടുത്തതാണ് എൻഗേജ്മെന്റ്. ട്രാഫിക് ഞാൻ പറയാം. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ്, അതിനൊരുപാട് ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ. ക്ലിയർ ആയോ? ഒരു ക്ലയന്റ് വന്നിട്ട് പറയണം, ഞാൻ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, പക്ഷെ അത് അധികം ആൾക്കാരുടെ അടുത്തേക്ക് റീച്ച് കിട്ടണില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എൻഗേജ്മെന്റ്. അതാ നേരത്തെ പറഞ്ഞ ഓരോ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് വേണം ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് വി ഹാവ് നോട്ട് ഡൗൺ എന്ന് പറഞ്ഞത്. അവയർനെസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാണ് മാർക്കറ്റിൽ. നോബഡി നോസ് അബൌട്ട് ഇറ്റ്. അപ്പൊ കമ്പനി പറഞ്ഞു, ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാണ്, എനിക്ക് ഐ വാണ്ട് ടു ഇൻഫോം മൈ ഓഡിയൻസ്. നിങ്ങൾക്ക് അവയർനെസ് ചൂസ് ചെയ്യണം. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഫർ ഇട്ടു പേജിൽ, 50% ഓഫ്. ഇന്ന് നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട്. നിങ്ങളൊരു പോസ്റ്റ് ഇട്ടു, ഇഫ് സപ്പോസ് നോബഡി സീയിങ് ദാറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്താ പറയാ, നിങ്ങൾ അതുകൊണ്ട് ദർ ഇസ് നോ യൂസ്. ക്ലിയർ ആയോ? അതുപോലെ അതിനാണ്, അവിടെയാണ് നിങ്ങൾ എൻഗേജ്മെന്റ്. ഓരോന്നും നിങ്ങൾക്ക് എവിടെ ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ അറിയണം. അവിടെയാണ് നിങ്ങൾക്ക് സ്കില്ല്. ക്ലിയർ? എൻഗേജ്മെന്റ് സെലക്ട് ചെയ്യുക. സോറി, കണ്ടിന്യൂ. ഇവിടെ കണ്ട, ഇവിടെ ബാക്കിയൊക്കെ സെയിം ആണ്. എന്താണ്? ക്യാമ്പയിനെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡ് താഴേക്ക് താത്തി, റൈറ്റ് സൈഡ് താഴേക്ക്, ബാക്കിയൊക്കെ സെയിം ആണ് ഇവിടെ വരുന്നത്. കണ്ടോ? നെക്സ്റ്റ് അടിക്കുക. ആഡ് സെറ്റ്. ഇവിടെ ഇതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്യുന്നു. മെസ്സേജിങ് ഡെസ്റ്റിനേഷൻസ് താഴേക്ക് താത്തി. കണ്ടോ? നിങ്ങൾക്ക് എൻഗേജ്മെന്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സഞ്ചറിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യാം. മെസ്സഞ്ചർ എന്ന് മനസ്സിലായല്ലോ, ഫേസ്ബുക്കിൽ തന്നെയുള്ള. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിന് ഇവിടെ കണക്ട് ചെയ്യാം. ഷെഹ്മയ്ക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ? സർ, അതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഇവിടെ കാണിച്ചു തരാം. അവിടെ കണക്ട് അക്കൗണ്ട് കണ്ടോ? ക്ലിക്ക് ചെയ്യും.
നെക്സ്റ്റ് അടിക്കട്ടെ. ചൂസ് ദ പേജ് ദാറ്റ് യു വാണ്ട് ടു പ്രൊമോട്ട്. ഇതാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അല്ലല്ല. ഇത് ഫേസ്ബുക്ക് പേജ്. ആ ശരി, നെക്സ്റ്റ് അടിച്ചോ. കണക്ട് ഇൻസ്റ്റാഗ്രാം. ആ കണ്ടിന്യൂ. ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗിൻ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാം. പാസ്വേഡ് എന്നിട്ടാ അറിയാം. ശരി. ചാടി പറയുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഗുഡ്. ലോഗിനാസ് നീന. ആ സെലക്ട് ചെയ്യും. അല്ല മോള് സെലക്ട് ചെയ്തോ? അതന്നെ. ഇത് എന്റെ അക്കൗണ്ട് അല്ല. ആഴത് വെയിറ്റ് ചെയ്യും, ലോഡ് ചെയ്തിട്ട്. എന്നിട്ടാണ് യുവർ ബിസിനസ് പോർട്ട്ഫോളിയോ റെസ്ട്രിക്ഷൻസ്, ഗോ ടു ബിസിനസ് സപ്പോർട്ട് ഹോം ടു ലേൺ മോർ അബൌട്ട് റിക്വസ്റ്റ് റിവ്യൂ. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ അത് ക്ലോസ് ചെയ്യും. ബാക്ക് അടിച്ച് ഓക്കെ, ക്യാൻസൽ ചെയ്യും. പിന്നെ കണക്ട് ചെയ്യാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് വാട്സപ്പ് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതിന്റെ വാട്സപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഈ എൻഗേജ്മെന്റ് കണ്ട ചിലപ്പോൾ നിങ്ങളുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. ക്ലിയർ ആയോ? അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതിന് കുറച്ച് റെസ്ട്രിക്ഷൻ താഴേക്ക് താത്ത്. ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാം, പേടിക്കണ്ട. താഴേക്ക് താത്ത്. ഇവിടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇടാം. ക്ലിയർ ആയോ? അപ്പൊ പലരും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെസ്സേജ് വിടും, അല്ലെങ്കിൽ അതിലേക്ക് വാട്സപ്പിലേക്ക് അയക്കുക, ലൈക്ക് ചെയ്യും, കമന്റ് ഒക്കെ നിങ്ങൾക്ക് എൻഗേജ്മെന്റിൽ വരുന്നതാണ്. താഴേക്ക് താത്ത്, റൈറ്റ് സൈഡ് താത്തിക്കോ. നെക്സ്റ്റ് അടിക്കുക. ഇതൊക്കെ സെയിം ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ കൊടുക്കാം, അതെല്ലാം സെയിം. ഇവിടെയാണ് അതിന്റെ ഒരു ചേഞ്ച് വരാം. നമ്മൾ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ പേജിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ആണ്. പുതിയത് നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ റൈറ്റ് സൈഡ് താഴേക്ക് താത്തിയേ. താത്തിയെ. ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യാട്ടോ. താത്തിക്കോ. സിംഗിൾ ഇമേജ് ഉണ്ട് അവിടെ. ക്രിയേറ്റ് ആഡ് എന്ന് കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്തേ. യൂസ് എക്സിസ്റ്റിംഗ് പോസ്റ്റ്. എക്സിസ്റ്റിംഗ് പോസ്റ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് പോസ്റ്റ്. നിങ്ങൾ പേജിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ ഇവിടെ കാണും. കണ്ടോ? അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ഫസ്റ്റ് പേജ് പോസ്റ്റ് കണ്ട സെലക്ട് ചെയ്യുക. വെരി ഗുഡ്. കണ്ടിന്യൂ. കണ്ടോ? നിങ്ങൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ആണ്. കണ്ടോ? അപ്പൊ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൈമറി ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തേ. അതിൻ്റെ ഉള്ളില് അല്ല, മുകളില് ആഡ് ചെയ്യുന്നിടത്ത് അതിന്റെ മുകളിൽ കണ്ടോ? അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഓൾറെഡി ഇട്ടിരിക്കുന്ന പോസ്റ്റ് ആണ്. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് പേജ് പോയിട്ട് ഇത് എഡിറ്റ് ചെയ്യണം. ഇനി പബ്ലിഷ് അടിക്കുക. ഇതാണ് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ. ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. മനസ്സിലായി. ക്ലിയർ ആയോ? എൻഗേജ്മെന്റ് മനസ്സിലായല്ലോ? ഹൃതിക് ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഗുഡ്. ഇനി ഒന്നും കൂടി ഷഹ്മ സ്ക്രീൻ ഷെയർ ചെയ്തേ. ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു അത് ക്ലോസ് ചെയ്തോളൂ. ഞാൻ ഓരോ ഘട്ടത്തിലേക്ക് ഞാൻ പയ്യെ നിങ്ങളെ കൊണ്ടുപോകും കേട്ടോ. നിങ്ങൾ ക്ലോസ് ചെയ്യാം. ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നതിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കാം. ലെഫ്റ്റ് ക്ലോസ് അടിക്കുക. ക്ലോസ്. ക്ലോസ് ചെയ്യേ? അതല്ല ഞാൻ അത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അത് സ്ക്രീൻ സ്ലോ ഇതായിട്ട. ഇനി ആ സെലക്റ്റഡ് അത് ക്ലോസ് ചെയ്തില്ല. ഗുഡ്. ക്യാമ്പയിൻസ് സെലക്ട് ചെയ്യും.
ഇപ്പൊ ഏത് ക്യാമ്പയിൻ ചെയ്ത ഫസ്റ്റ് ക്യാമ്പയിൻ അല്ലേ, ന്യൂ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ അല്ലേ? ആ ന്യൂ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ഓപ്പൺ ചെയ്തേ. അടുത്ത് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കണം എല്ലാവരും, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. ഇനി അവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്തേ, അതിന്റെ താഴെ എഡിറ്റ് അത് തന്നെ. ഗുഡ്. ഇനി നമ്മൾ ഇത്ര ദിവസം നിങ്ങൾ വേറെ ലൊക്കേഷന് കൊടുത്തല്ലേ, നമുക്ക് ഇതിലുള്ള വേറൊരു ഗുണമുണ്ട്. ഏജും ജെൻഡറും വെച്ചിട്ട് സെലക്ട് ചെയ്യാം. അതെങ്ങനെയാ ചെയ്യണമെന്നാണ് കാണിച്ചത്. താഴേക്ക് താത്തിക്കോ, താഴേക്ക് താത്ത, താഴേക്ക് താത്ത, മതി. അവിടെ കണ്ട സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻസ്. നോർമൽ കൊടുത്താൽ നിങ്ങൾക്ക് കൺട്രി മാത്രം, ലൊക്കേഷൻ മാത്രമേ കൊടുക്കാൻ പറ്റൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ, എക്സാമ്പിൾ അതായത് ഏജും ജെൻഡറും വെച്ചിട്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ 20 തൊട്ട് 30 വയസ്സുള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്യണം, ഫീമെയിലിന് മാത്രം ടാർഗറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഓപ്ഷനാണ് സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻസ്. അത് സെലക്ട് ചെയ്യാം. യൂസ് ഒറിജിനൽ ഓഡിയൻസ് ക്ലിക്ക് ചെയ്യാം. കണ്ട, ഇനി ഒന്നുകൂടി താഴേക്ക് താത്തി പയ്യെ താത്തിക്കോ, താത്തിക്കോ, താത്തിക്കോ. ഉണ്ടല്ലോ അവിടെ ഏജ് ജെൻഡർ വന്നിട്ടുണ്ടോ? മതി. ഏജിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് 20 തൊട്ട് 30 വരെ ആക്കി. ജെൻഡർ ഫീമെയിൽ ടാർഗറ്റ് ചെയ്തേ, വുമൻ. ഉണ്ടാ കുറച്ചും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ ഡീറ്റെയിൽ ടാർഗറ്റ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ പറഞ്ഞു തരാം. അതിലേക്ക് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാണ്ടിരിക്കാൻ ആദ്യം ബേസിക് കാര്യങ്ങളിലേക്ക് വരുന്നത്. വീണ്ടും അടിയിൽ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുക. ചെയ്താ പബ്ലിഷ് അടിക്കുക. എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. Sir. ഇൻട്രസ്റ്റിംഗ്. സ്വിച്ച് ടു Sir. ഒറിജിനൽ ഓഡിയൻസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ തുടക്കം പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് കൃത്യം പഠിക്കണം. അത് ഏത് ഏജ് ഗ്യാപ്പിലുള്ളവരാണ്. ഇപ്പൊ ഫാത്തിമ ആണെങ്കിൽ ഫാത്തിമയുടെ എന്നിട്ട് വാളാഞ്ചേരി അല്ല സ്ഥലം. അതെ. ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിക്കുക, എന്നിട്ട് വിളിക്കണ ഹസ്ബൻഡിനെ ഇക്ക തന്നെ. അല്ല ഇക്ക. ശരി, ഇക്കാന്ന് വിളിക്കുമ്പോ അത് ചോദിക്കുക, ലാസ്റ്റ് 1 month എത്ര കസ്റ്റമർ ഉണ്ടായി, കസ്റ്റമറുടെ ഏജും ലൊക്കേഷനും ചോദിക്കുക. ഓക്കെ, ഞാൻ കാര്യമായിട്ട് പറയാം, തമാശ തിരിച്ച് പറഞ്ഞതേ പക്ഷെ ചോദിക്കുക. അപ്പൊ പറയും വാളാഞ്ചേരി ഏരിയയിലായിരുന്നു, ഒരു 30 തൊട്ട് 40 വയസ്സുള്ള ബോയ്സ് മെന്നാണ് കൂടുതലെന്ന് പറയും. അപ്പൊ അവരെ മാത്രം നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഐഡിയ കിട്ടിയോ? അതാണ്. അത് കഴിഞ്ഞപ്പോ വേറെ ഇതുണ്ടല്ലോ, എന്തുട്ടോ ആർട്ടിഫിഷ്യൽ അത് ഏത് ലൊക്കേഷനുള്ളവരാണ്, അത് ഏത് കാറ്റഗറിയിലുള്ളവരാണ്, അത് ചോദിച്ചു പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ചെയ്യാം അവിടെ തന്നെ. ഈ പഠിക്കുന്ന ക്യാമ്പയിൻ സോഷ്യൽ മീഡിയ പഠിച്ച് തീർന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് യു ക്യാൻ ഇംപ്ലിമെന്റ് ഇറ്റ്. ക്ലിയർ? ഗുഡ്. ഞാൻ നിങ്ങളുടെ പ്രാക്ടിക്കലി നിങ്ങളുടെ ബിസിനസ്സുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കണക്ട് ആവും, നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ചെറിയ ബഡ്ജറ്റ് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. സ്പെൻഡ് എ സ്മോൾ ബഡ്ജറ്റ്. ഓക്കെ, നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് വാട്സപ്പ് നമ്പറിലേക്ക് വരും, മെസ്സഞ്ചറിലേക്ക് വരും. അങ്ങനെയാണ് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയാലോ? ഇനി നിങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഞാനിത് കഴിഞ്ഞപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനോ പോണേ. എല്ലാവരും ഇപ്പൊ തന്നെ ചെയ്യണം. ഇനി ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്തേ.
ഓക്കെ സർ. എന്താണ് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ? മനസ്സിലായോ? മനസ്സിലായി. ഗുഡ്. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇനി ഞാൻ അതിലുള്ള അടുത്ത ഡെപ്തിലേക്കൊക്കെ നിങ്ങൾ കൊണ്ടുപോകട്ടെ. നിങ്ങൾ അത് പേടിക്കേണ്ട. അത് ടോപ്പ് ലെഫ്റ്റ് ക്ലോസ് ചെയ്യും. ഇനി ക്ലോസ് ആണോ? അതല്ല, അത് ക്ലോസ് ചെയ്യും. ഓക്കെ. ഇനി വീണ്ടും ക്രിയേറ്റ് ക്യാമ്പയിൻ എടുത്തേ. അവിടെ ട്രാഫിക് ഉണ്ട്. ട്രാഫിക് സെലക്ട് ചെയ്തേ. അതിന്റെ റൈറ്റ് സൈഡ് താഴേക്ക് താത്തിട്ടോ. ആ വീണ്ടും താത്ത്. ആ അതന്നെ. ട്രാഫിക് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ട്രാഫിക് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണോട്ടത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ എളുപ്പമായിട്ട് ഇങ്ങനെ തോന്നി പക്ഷെ നിങ്ങൾ അതിൽ ടൈം എടുത്ത് ചെയ്ത് പോകണം. ഒരുപാട് ടൈം എടുത്തൊക്കെ എളുപ്പമാണത്. എനിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ആ ഒരു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ബേസ് ഞാൻ സ്ട്രോങ് ആക്കിയത് കൊണ്ടാണ്. ബേസ് സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ടക്കടക്കേന്ന് ചെയ്തു പോവാം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയും. ഇത് തന്നെയാണ് ലിങ്ക്ഡിൻ ആഡ്സ്. നമ്മൾ ലിങ്ക്ഡിൻ പഠിപ്പിക്കുന്നുണ്ട്. ആ 10 മിനിറ്റ് മതി ലിങ്ക്ഡിൻ പഠിക്കാൻ. ഇത് തന്നെ എക്സാക്ട്. ഇവിടെ നമ്മൾ എവിടെയുള്ളവരാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഹലോ, പറയൂ. ഇവിടെ നമ്മൾ എവിടെയുള്ള എന്റേതാണോ? അങ്ങനെയല്ല. നമ്മളിപ്പോ ഫേസ്ബുക്കിൽ നമ്മൾ ആരെ ടാർഗറ്റ് ചെയ്യണേ? ഫേസ്ബുക്കിലുള്ള ഓഡിയൻസിന്. ലിങ്ക്ഡിനിൽ ആരെ ടാർഗറ്റ് ചെയ്യണേ? ലിങ്ക്ഡിനിലുള്ളവരെ. സെയിം. ഫേസ്ബുക്കും ലിങ്ക്ഡിൻ രണ്ടും നെറ്റ്വർക്കാണ്. പ്രൊഫഷണൽ മറ്റേ ഇതൊരു എന്റർടൈൻമെന്റ് നെറ്റ്വർക്ക്, മറ്റേ പ്രൊഫഷണൽ നെറ്റ്വർക്ക്. അതിലതുപോലെ തന്നെ ഏജ് ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്, ഒക്കെ ചെയ്യാം. അതിലതുപോലെ തന്നെ ട്രാഫിക് ഉണ്ട്, എൻഗേജ്മെന്റ് ഉണ്ട്. ഇവിടെ ഫേസ്ബുക്കിൽ ചെയ്യണ പോലെ അവിടെ ഇതുപോലെ തന്നെയാണ്. ആഡ് ഗ്രൂപ്പ് ഉണ്ട്, ആഡ് സെറ്റ് ഉണ്ട്, ആഡ്സ് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഇതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണ് പറയണേ. എന്നോട് പലരും ചോദിക്കും, സാറേ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2 മാസം ഉള്ളൂല്ലോ, ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 6 മാസം ഉണ്ടല്ലോ, ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 4 മാസം ഉണ്ടല്ലോ. എൻ്റെ ആദ്യത്തെ കോഴ്സ് 2 മാസമായിരുന്നു. പിന്നീടാണ് ഞാൻ 2 മാസം വേറെ കുറെ ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തേക്കണം. നിങ്ങൾക്കത് പഠിക്കും. നമ്മൾ ഇപ്പൊ എക്സൽ, പവർ BI, സെയിൽസിന്റെ ടോപ്പിക്സ്, ഇങ്ങനത്തെ വേറെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ടോപ്പിക്സ് അതേപോലെ തന്നെ ആസിറ്റ് സ്കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിക്കുക, എന്താണ് ഇങ്ങനെ അവർ ഇത്ര പഠിപ്പിക്കുന്നത്? ഇതൊക്കെ ഒരുതരം ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു 15 ടോപ്പിക് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 5-6 പഠിച്ച ബാക്കി നിങ്ങൾക്ക് സ്വയം പഠിക്കാം. ക്ലിയർ ആയോ? ഇതുപോലെ തന്നെയാണ് എല്ലാം. ആ കോൺസെപ്റ്റ് പക്കയായിരിക്കണം. നിങ്ങൾക്ക് തന്നെ ടക്കടക്കേന്ന് ചെയ്ത് പഠിച്ചു പോവാം. ഒരു 8 പഠിച്ച് ബാക്കി 2 നിങ്ങൾക്ക് തന്നെ പഠിക്കാം. അപ്പൊ ചിലവർ ഇങ്ങനെ തിയറി ആയിട്ട് കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? അപ്പൊ ഇതൊരു പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഭയങ്കര എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. ചിലവരുടെ ഒരു കുഞ്ഞ ടോപ്പിക് എത്ര പഠിപ്പിച്ചാലും കയറില്ല. അതിൻ്റെ ഒരു മോഡൽ പഠിച്ച് നിങ്ങൾ ടക്കടക്കേന്ന് പഠിച്ചു പോവാം. ഓക്കെ, എല്ലാത്തിലും ഇത് തന്നെ. ക്ലിക്ക്, ഇംപ്രഷൻ, CTR. ഇവിടെ നമ്മൾ ഫേസ്ബുക്കിൽ ചെയ്യണു, അവിടെ ലിങ്ക്ഡിനിൽ ചെയ്യണു, മറ്റൊടത്ത് ഗൂഗിളിൽ ചെയ്യുന്നു, ഒക്കെ ചെയ്യും. മറ്റൊടത്ത് യൂട്യൂബിൽ ചെയ്യുന്നു, എല്ലാം ചെയ്യും. ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ പണ്ട് പത്രത്തിൽ ആഡ് ഇടും. മനോരമ പത്രത്തിൽ ആഡ് ഇടുന്നു, മാതൃഭൂമി പത്രത്തിൽ ആഡ് ഇടുന്നു, ദീപിക പത്രത്തിൽ ആഡ് ഇടുന്നു. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? TV-യിൽ ആഡ് ഇടുന്നു, ഏഷ്യാനെറ്റിൽ ആഡ് ഇടുന്നു, മാതൃഭൂമിയിൽ ആഡ് ഇടുന്നു, അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ ആഡ് ഇടുന്നു, അതേപോലെ തന്നെ ഒക്കെ TV ആണ്. ഒരു TV-യിൽ ഇടുന്ന ആഡ് ചിലപ്പോൾ ഇവിടെ ഇമേജിന്റെ സൈസ് കുറച്ച് വലുതായിരിക്കും, ചിലപ്പോൾ കുറച്ച് ചെറുതായിരിക്കും, ചിലപ്പോൾ ഇവിടെ 10 രൂപയായിരിക്കും, അവിടെ 15. അത്രയുള്ള കോൺസെപ്റ്റ് സെയിം. ആ കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് അറിയണ്ടേ. നിങ്ങളുടെ ബ്രില്യൻസ് അതാണ്. നിങ്ങളുടെ ബ്രില്യൻസ്, എൻ്റെ കസ്റ്റമർ ഇതാണ്, ഈ കസ്റ്റമർക്ക് പറ്റിയ മീഡിയം ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അവിടെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കുറച്ച് പേഷ്യൻസ് ആയിരിക്കണം. കാരണം ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് വരും. നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് അങ്ങനെയാണ് റിസൾട്ടിലേക്ക് എത്തുക. റിസൾട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആണ്. ക്ലിയർ ആയോ?
ഓക്കെ. ക്ലിയർ ആയി സർ. ട്രാഫിക് പലതരം ട്രാഫിക് ഉണ്ട്. അതെന്താന്ന് ഞാൻ പഠിക്കാം. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് ആണ് പറയണത്. നമ്മുടെ ആഡുമ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നമ്മുടെ ആഡുമ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടുവരാന്നുള്ളതാണ് ട്രാഫിക്കിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ. ഇവിടെ ഇതുപോലെ തന്നെ ക്യാമ്പയിൻ നെയിം എവറിത്തിങ് സെയിം. താഴേക്ക് വരാം. ആ ചേഞ്ച് ആണ് നിങ്ങൾ കാണിച്ചത്. നെക്സ്റ്റ് അടിക്കുക. ഇവിടെയാണ് അത് നമ്മൾ വെരി ഇമ്പോർട്ടൻറ്റ്. കൺവേർഷൻ ലൊക്കേഷൻ. നമ്മുടെ ട്രാഫിക് നമുക്ക് പലയിടത്തേക്കും വിടാം. നമ്മുടെ ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ആഡുമ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യിപ്പിച്ചില്ല. കാരണം അവയർനെസ് ക്യാമ്പയിൻ്റെ പർപ്പസ് വേറെ. നമ്മുടെ ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരെ വെബ്സൈറ്റിലേക്ക് വിടാം. നിങ്ങളായാലും സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെബ്സൈറ്റിലേക്ക് ആയിരിക്കും പോണതാണ് വെബ്സൈറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് കോൾസ്, അവിടെ ഫോൺ നമ്പർ കാണിക്കാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കോളിലേക്ക് പോകും. ചിലപ്പോൾ നമുക്ക് നമ്മുടെ മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പിലേക്ക് വിടാം. അതൊക്കെ ട്രാഫിക് ക്യാമ്പയിൻ ആണ്. ഇനി ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്ക് ആണ്. സെൻഡ് ട്രാഫിക് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഓർ ഫേസ്ബുക്ക് പേജ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്നിട്ടും ആ പേജിലേക്ക് ഒരുപാട് ഫോളോവറും ലൈക്കും കൂട്ടാം. ഇപ്പൊ നമ്മൾ വെബ്സൈറ്റിലേക്കാണ് ചെയ്യാൻ പോണത്. ക്ലിയർ ആയോ? ഇനി ഞാനിത് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, കോൾ നിങ്ങൾ സ്വയം ചെയ്യണം. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. കാരണം ക്ലാസ് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ വേറെ ഒന്നും കൂടി അവിടെ ആഡ് ആവും. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഇത് ചെയ്യണേ. അതാണ് ഇൻഡിപെൻഡന്റ് ആവണം എന്ന് പറഞ്ഞത്. നിങ്ങളിവിടെ ക്ലാസ്സും കേട്ട് സ്പൂൺ ഫീഡിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഫീൽഡല്ലത്. നമ്മൾ പഠിക്കുന്നു, നിങ്ങൾ എഫർട്ട്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും 4-5 ക്യാമ്പയിൻ ചെയ്തിട്ട് വന്നു. ഞാൻ ഇന്നലെ കുറെ ഒച്ച എടുത്തുകൊണ്ട് എല്ലാവരും ക്യാമ്പയിൻ ചെയ്തിട്ട് വന്നു. ക്യാമ്പയിൻ ചെയ്ത് വന്നപ്പോൾ നിങ്ങൾക്ക് അതിലൊരു കൺട്രോളായി. ഇനി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കൺട്രോൾ അടുത്ത ലെവലായി. ഓക്കെ. ഇനി വെബ്സൈറ്റ് ബാക്കിയൊക്കെ സെയിം. താഴേക്ക് താത്തിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ കൊടുക്കാം, ബഡ്ജറ്റ് കൊടുക്കാം. താഴേക്ക് കാണണം ബഡ്ജറ്റ്, ലൊക്കേഷൻ. അപ്പൊ റൈറ്റ് സൈഡിൽ കാണിക്കും എത്ര ക്ലിക്ക് കിട്ടും. എസ്റ്റിമേറ്റഡ് റിസൾട്ട് കണ്ടോ? എത്ര ക്ലിക്ക് കിട്ടും. എൻഗേജ്മെന്റ് ആണെങ്കിൽ എത്ര എൻഗേജ്മെന്റ് കിട്ടും. എവിടെ ലിങ്ക് ക്ലിക്ക് കിട്ടും. നമ്മളെ ഒബ്ജക്റ്റീവ് എന്താണോ അതിന് ബന്ധപ്പെട്ടിട്ടാണ് ഡെയിലി റിസൾട്ട് കാണിക്കുക. ക്ലിയർ ആവണ്ടോ? ഇനി താഴേക്ക് താത്ത പയ്യെ. ഇവിടെ ലൊക്കേഷൻ കൊടുക്കാം. താഴേക്ക് താത്ത, താഴേക്ക് താത്ത. കണ്ടോ? അവിടെ സ്വിച്ച് ടു ഒറിജിനൽ സെലക്ട് ചെയ്താല് നിങ്ങൾക്ക് ഏജും ജെൻഡറും സെലക്ട് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ആണ് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ സെയിം ആണ്. ഇവിടെയാണ് നമ്മുടെ ചേഞ്ച് വരാ. ക്ലിയർ? റൈറ്റ് സൈഡ് താഴേക്ക് താത്ത. ഇവിടെ ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്തു, താഴേക്ക് താത്ത. ക്രിയേറ്റ് ആഡ് സെലക്ട്, താഴേക്ക് താത്ത. സിംഗിൾ ഇമേജ്, താഴേക്ക് താത്ത. ഒന്ന് റൈറ്റ് സൈഡ് മോളിൽ പോട്ടെ. സോറി സർ, റൈറ്റ് സൈഡ് മോളിൽ പോട്ടെ. പയ്യെ പോട്ടെ, പയ്യെ. ആ മാനുവൽ അപ്ലോഡാ. താഴേക്ക് പോട്ടെ. എന്താണ് അപ്ലോഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. മോളിൽ പോട്ടെ. ആ ക്രിയേറ്റ് ആഡ് ക്ലിക്ക് ചെയ്തേ. അത് പോട്ടെ. താഴേക്ക് താത്തി. അതല്ല. താഴേക്ക് അടിയിലേക്കോ. പയ്യെ കേട്ടോ. മാനുവലി അപ്ലോഡ് സിംഗിൾ ഇമേജ്. വേറെ ഇമേജ് ആഡ് ചെയ്യുന്ന സാധനം ഇവിടെ വരാത്തത്. ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റ് ഏതാണോ ആ വെബ്സൈറ്റിന്റെ പേരാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ എന്തൊരു ബ്ലോഗ് ഒക്കെ ഉണ്ടാക്കിയില്ലേ, ആ വെബ്സൈറ്റിന്റെ പേരൊന്ന് കൊടുത്തേ. നിങ്ങൾ ഇഷ്ടമുള്ള പേര് കൊടുത്തോ. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ www.internet leads training കൊടുക്കുക.
ഓക്കെ, ഇനി റൈറ്റ് സൈഡിന്റെ പ്രിവ്യൂ കാണിക്കും. ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങടെ പോണേ. ഓക്കെ, താഴേക്ക് താത്തിക്കോ. ആ ആഡ് ക്രിയേറ്റീവ് താഴെ ഉണ്ട് കേട്ടോ. ഓക്കെ, ആഡ് ക്രിയേറ്റീവ്, സെറ്റപ്പ് ക്രിയേറ്റീവ് ക്ലിക്ക് ചെയ്യും. ഇമേജ് കൊടുക്കുക. നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്രിയേറ്റീവ് ആഡ് സെറ്റപ്പ് സോഴ്സ് URL റിവ്യൂ എന്ന് പറഞ്ഞു. ഇനി നിങ്ങളത് ആ സ്ക്രീനിന്റെ അവിടെ ലെഫ്റ്റിൽ ടെക്സ്റ്റ് ഇത് ഒഴിവാക്കാം. ടെക്സ്റ്റ് അടിച്ചോ. അവിടെ പ്രൈമറി ടെക്സ്റ്റ് എഴുതുക. മുകളിൽ എഴുതിക്കോ. എന്നിട്ടാണ് നിങ്ങളുടെ ഇഷ്ടമുള്ളത് എഴുതിക്കോ. എല്ലാവരും സ്റ്റെപ്പൊക്കെ നോട്ട് ചെയ്ത് വെക്കിട്ടോ. മതി. ഇനി നിങ്ങൾ ഹെഡ്ലൈൻ കൊടുക്കുക. പിന്നെ ചെയ്തോ കുഴപ്പമില്ല. ഇഷ്ടമുള്ളത് കൊടുത്തോളൂ. അതന്നെ എഴുതിക്കുവാണെങ്കിൽ. ഇനി നിങ്ങൾ അടുത്തത് നാളെ ചെയ്തിട്ട് വരുമ്പോൾ ChatGPT ഒക്കെ വെച്ചിട്ട് സീരിയസ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിട്ട് വരണം. ക്ലിയർ ആയോ? ഇനി അവിടെ കോൾ ടു ആക്ഷൻ കണ്ട് അത് ക്ലിക്ക് ചെയ്യുക. അതാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്. താഴെ കോൾ ടു ആക്ഷൻ കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നിങ്ങളുടെ ആഡും അപ്ലൈ നോ കൊടുത്തോളൂ. അപ്ലൈ നോ. നെക്സ്റ്റ് അടിക്കുക. ഏറ്റവും അടിയിൽ നെക്സ്റ്റ് അടിക്കുക. അതന്നെ നെക്സ്റ്റ് അടിച്ചോളൂ. അവിടെ തന്നെ നെക്സ്റ്റ്. പേജ് കിട്ടുന്നില്ല. ആ, ഇപ്പൊ കിട്ടണ്ടോ? ആ, സ്ക്രീൻ ഷെയർ ചെയ്യും. അതൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. ഗുഡ്. മാക്സിമൈസ് ചെയ്യും. ഫേസ്ബുക്ക് എടുക്കുക. അതിന് മുന്നാണോ? അതിന് മുന്നേ. അത് പോയി. ഗുഡ്. എങ്ങനെ പോയേ? facebook.com/ads manager. വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായോ? നമ്മളവിടെ പോസ്റ്റ് ഇട്ടു. നമ്മുടെ ആഡുമ്പോ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പോകണമെന്നുള്ള വെബ്സൈറ്റ് കാണിക്കണം. അത്രേ ഉള്ളൂ അവിടെ. ബാക്കിയൊക്കെ മറ്റേ ആഡ് ഇട്ട പോലെ തന്നെയാണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ബാക്കിയുള്ളവർ ക്ലിയർ ആയോ? ക്ലിയർ ആയി. അത് ചെയ്തോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഇപ്പൊ ചെയ്യാം. ഒന്ന് ചെയ്യേണ്ടത് എൻഗേജ്മെന്റ്. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് ട്രാഫിക്, പിന്നെ സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ്. എല്ലാവരും ഒന്ന് ചെയ്യാം. ഷേഖ് മേഡം കിട്ടിയ സ്ക്രീൻ കിട്ടിയോ? ആ കിട്ടി സാർ. ആ സ്ക്രീൻ ഷെയർ ചെയ്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ടൂളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. അതാണ് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് പോണേ. നിങ്ങൾക്ക് ആ സാധനത്തിൽ നിങ്ങൾക്ക് ആ ഇതിൽ കടന്ന അത് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നിട്ട് മൂവ് ചെയ്യണ്ടേ, പിടിക്കണ്ടെങ്കിൽ ആ സ്ക്രീൻ ഉണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പ്, ഇന്റർനെറ്റ്, അത് നിങ്ങളുടെ അതിലേക്ക് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് കൺട്രോൾ വരണം. ആ കൺട്രോൾ വരാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ചെയ്ത് പഠിച്ചാലേ വരൂ. ആ എഡിറ്റ് എടുത്തേ. നിങ്ങളൊരു മിനിറ്റ്, ഞാൻ വേറൊരു കൂട്ടം കൂടി കാണിച്ചത്. നേരെ മൗസ് നേരെ മുകളിലോട്ടേക്ക് പോട്ടെ, സെന്ററിലേക്ക് മൗസ് പോട്ടെ. അവിടെ ആഡ് സെറ്റ് ഉണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആഡ് സെറ്റിലേക്ക് പോകും. ആഡ് സെറ്റ് അവിടെയും ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക്. കണ്ടോ? അപ്പൊ നേരെ ആഡ് സെറ്റിലേക്ക് പോയി. ഒന്നുകൂടി ആഡുമ്പോ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ആഡിലേക്ക് പോയി. ക്ലിയർ ആയോ? നിങ്ങൾ അവിടെ ഇമേജ് നിങ്ങൾ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒന്നും കൂടി റൈറ്റ് സൈഡ് താഴേക്ക് താത്തിക്കോ. അവിടെ താത്ത് പയ്യ മതി. അവസാനം ഒക്കെ കൂടി പോകും. താഴേക്ക് താത്തിക്കോളൂ. സെറ്റപ്പ് ക്രിയേറ്റീവ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെയാണ് നമ്മൾ എത്തിയത്. ഇമേജ് ആഡ്.
ലെഫ്റ്റിൽ സ്ക്രീൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി അവിടെ വരുന്ന പ്രൈമറി ടെക്സ്റ്റ് എന്ന് കൊടുത്തോ, TXT ടെസ്റ്റ്. ബാക്കി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും ചെയ്യണം. എല്ലാവരോടും കൂടി പറഞ്ഞ നല്ല പ്രൈമറി ടെക്സ്റ്റ് എഴുതാ. അപ്പോഴാണ് നിങ്ങൾ പഠിക്കുക. അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം. അല്ലാണ്ട് ഞാൻ അവിടെ എങ്ങനെയാണ് ടെക്സ്റ്റ് എന്നല്ല നിങ്ങൾ നോക്കി ChatGPT ഒക്കെ ഉപയോഗിച്ച് വീണ്ടും അവിടെ തന്നെ എഴുതിക്കോ. സ്മാർട്ട് സ്കിൽ ഡെവലപ്മെന്റ്, നല്ല പ്രൈമറി ടെക്സ്റ്റ്, നല്ല ഇമോജിയോട് കൂടി നല്ലതൊക്കെ നിങ്ങൾ എഴുതുക. തെറ്റും, പല കൺഫ്യൂഷൻ വരും. അങ്ങനെയാണ് പഠിക്കുന്നത്. കോൾ ടു ആക്ഷൻ അപ്ലൈ നൗ. അപ്ലൈ നൗ. നെക്സ്റ്റ് അടിക്കുക. അടിയിൽ നെക്സ്റ്റ് അടിക്കുക. ഏറ്റവും അടിയിൽ റൈറ്റ് സൈഡിൽ നെക്സ്റ്റ് അടിക്കുക. വെയിറ്റ് ചെയ്യുക. ഇനി അടുത്ത എന്താണ്? ഇമേജ് അപ്ലോഡ് ചെയ്യണം. വെയിറ്റ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യും. അതിലുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുക. ഡൺ. അപ്പൊ നിങ്ങളുടെ ആഡ് അവിടെ വരും. ഡൺ. കണ്ടോ? ആഡ് വന്നു. ഈ ആഡ് ആരെങ്കിലും ഒന്ന് റൈറ്റ് സൈഡ് താഴേക്ക് താത്തി പയ്യെ. റൈറ്റ് സൈഡ് ഏറ്റവും അറ്റത്ത് താത്ത. റൈറ്റ് സൈഡ് വലതുവശത്തേക്ക് പോട്ടെ. ഏറ്റവും അറ്റത്തേക്ക് വലതുവശത്തേക്ക് പോട്ടെ. അതൊന്നല്ല, അവിടെ ഏറ്റവും അതിന്റെ താത്തിക്കോ. അതല്ല മാഡം, ഏറ്റവും അറ്റത്തെന്ന് പറഞ്ഞാൽ ബോർഡറിൽ പോയി ഇടിക്കണം എന്നാണ് അർത്ഥം. ഏറ്റവും അറ്റത്ത് കണ്ട് വീണ്ടും അതുമ്പോ തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താത്തിക്കോ. താത്തിക്ക് പോരട്ടെ. മതി. ഇനി അവിടെ അപ്ലൈ നൗ എന്ന് കണ്ടോ? ബട്ടന്റെ അവിടെ മൗസ് അതിന് മോളിൽ പോട്ടെ. അതാണ് അപ്ലൈ നൗ. അപ്ലൈ നൗവിന്റെ മോളിൽ മൗസ് വരട്ടെ. സ്മാർട്ട് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് കണ്ടോ? അതല്ല, അതിന് മുന്നൊരു അപ്ലൈ നൗ ഉണ്ടോ? ബട്ടൺ. നിങ്ങൾ താത്തല്ലേ? താത്തി കളിക്കാണ്. മൗസ് കൊണ്ട് താത്തല്ലേ മേഡം? എന്റെ പൊന്നു. ഒന്നീ പഠിക്കണ പിള്ളേരെ കാണിച്ചു എന്നിട്ടും കടന്ന് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പയ്യെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക. പയ്യെ റൈറ്റ് സൈഡ് മുകളിലേക്ക് പൊക്ക്. ഏറ്റവും ടോപ്പിലെ സാധനം പയ്യെ പൊക്ക. ഇനി അവിടെ ഒരു അപ്ലൈ നൗവിന്റെ ഒരു ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടോ? മതി. ഇനി മൗസ് പയ്യെ അതിന്റെ മുകളിലേക്ക് കൊണ്ടുവരാ. അപ്ലൈ നൗവിന്റെ ബട്ടൺ. അതല്ല, വേറൊരു അപ്ലൈ നൗ ഉണ്ടോ അതിനോട് ചേർന്നിട്ട്? ഇല്ല. കണ്ണു തുറന്ന് നോക്ക്. വേറൊരു അപ്ലൈ നൗ കൂടെ കാണണോ നോക്ക്. മൗസ് മുകളിലേക്ക് താഴേക്ക് താത്തുണ്ടോ? അവിടെ ഉണ്ട് അതിലൊരു അപ്ലൈ നൗ. താത്തണ്ടെന്ന് ഞാൻ പറഞ്ഞു. സൂം വഴി അത് വന്നിട്ട് എഴുതി വെച്ചേക്കണേ. ഇതാണോ? അതെന്താണ് എഴുതി വെച്ചേക്കണെന്ന് ചോദിക്കണേ. അപ്ലൈ നൗ. അതൊരു ബട്ടണാണോ? അല്ല. അതൊരു ബട്ടൺ അല്ലേ? ഒരു പേജ്. ബട്ടൺമേയാണ് താത്തണു. ഒരു ബട്ടൺമേയാണോ അത് എഴുതിക്കണേ? ഓക്കെ. അപ്പൊ പിന്നെ അത് ബട്ടൺ അല്ലെന്ന് പറഞ്ഞാൽ ശരി. ആ അപ്ലൈ നൗമ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടില്ലേ? ആ വെബ്സൈറ്റിലേക്ക് നമ്മൾ പോകും. അതിനെയാണ് എന്തെന്ന് പറയണേ? ട്രാഫിക്. മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയി. സിമ്പിൾ കാര്യമാണ്. പബ്ലിഷ് അടിക്കുക. പബ്ലിഷ് അടിക്കുക. പബ്ലിഷ് അടിക്കുക. അവിടെ ക്ലോസ് ചെയ്യുക. ഗുഡ്. ലെഫ്റ്റ് ടോപ്പിൽ പോട്ടെ. സ്ക്രീനിന്റെ ലെഫ്റ്റിൽ ടോപ്പിൽ പോയിട്ട് ക്ലോസ് ചെയ്യുക. ഇവിടെ ക്ലോസ് ചെയ്യുക. ഇനി ഞാൻ ബ്ലൂ ഒക്കെ ക്ലോസ് ചെയ്യുക. ബ്ലൂ സെലക്ടഡ്. ബട്ടണൊക്കെ എന്താന്ന് പോലും അറിയില്ല എല്ലാവർക്കും. ഇനി ക്യാമ്പയിൻസ് ക്ലിക്ക് ചെയ്യുക. ക്യാമ്പയിൻസ് ബട്ടൺ പോലും എല്ലാവർക്കും അറിയില്ല. വെരി ഗുഡ്. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയോ? ഐഡിയ കിട്ടി. Yes, sir.